ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ജില്ലയിൽ പച്ചക്കറി വില കൂടുന്നു. മുരിങ്ങക്കായുടെ വില 400-ലെത്തി. തക്കാളി വില 100 രൂപയോടടുക്കുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശം നൽകി ഹൈക്കോടതി. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കണമെന്ന് കോടതി. പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുതെന്നും ഹൈക്കോടതി. മണ്ണുത്തിയിൽ കാർഷിക സർവകലാശാലയിൽ നടന്ന ഇന്റർ കോളേജിയറ്റ് ആർട്ട് ഫെസ്റ്റിൽ തർക്കം. നാടക മത്സരത്തിന്റെ വിധികർത്താക്കളെ തടഞ്ഞുവെച്ചത് സംഘർഷത്തിനിടയാക്കി. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീടിന് സമീപം പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമല സ്വദേശിനി അർച്ചനയാണ് മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ ഒരു ജീവൻ കൂടി നിരത്തിൽ പൊലിഞ്ഞു. ചേർപ്പൂരകത്ത് സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. പൂച്ചിനിപ്പാടം സ്വദേശിനി സ്നേഹയാണ് മരിച്ചത്. PG കണ്ണാറയിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തം. തൃശൂരിൽ പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിൽ ട്രേഡ് യൂണിയൻ ധർണ നടത്തി. 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയതോടെ വംശഹത്യയ്ക്ക് തുല്യമായ കടന്നാക്രമണമാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. വാർത്തകൾ വിശദമായി. പച്ചക്കറി വില കൂടുന്നു. മുരിങ്ങക്കായ, തക്കാളി, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, ബീറ്റ്റൂട്ട്, കോളിഫ്ലവർ എന്നിവയുടെ വില കുതിക്കുകയാണ്. മുരിങ്ങക്കായ വില 400 കടന്നു. തക്കാളി വില ചില്ലറ വിപണിയിൽ 80 രൂപയിലെത്തി. മൊത്ത വിപണിയിൽ വെണ്ടയ്ക്ക 40, കാരറ്റ് 35, ബീറ്റ്റൂട്ട് 45, ബീൻസ് 40, മുളക് 30, കോളിഫ്ലവർ 55 എന്നിങ്ങനെയാണ് വില. ചില്ലറ വിപണിയിൽ 5 രൂപ മുതൽ 10 രൂപ വരെ വില കൂടും. തമിഴ്നാട്ടിലും കർണാടകയിലും മഴ ശക്തമായതും മഞ്ഞുവീഴ്ചയും പച്ചക്കറി വിലയെ ബാധിച്ചു. പച്ചക്കറി വരവ് കുറഞ്ഞത് വില വർദ്ധിക്കാനിടയായി. ഏതാനും നാൾ കൂടി വിലവർദ്ധനവ് തുടരുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഇതിനു പുറമെ കോഴിമുട്ടയുടെ വിലയും വർദ്ധിച്ചു. ഒരു മുട്ടയ്ക്ക് 7.5 രൂപയായി. 7 രൂപ വരെയാണ് പരമാവധി വില വന്നിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കയറ്റുമതി കൂടിയതാണ് തിരിച്ചടിയായത്. നാമക്കലിൽ നിന്നുള്ള കയറ്റുകൂലിയും കടത്തുകൂലിയും ചേർത്ത് മൊത്ത വ്യാപാരികൾക്ക് 6 രൂപ 35 പൈസയ്ക്കാണ് മുട്ട കിട്ടുന്നത്. ഇവർ ചെറുകിട വ്യാപാരികൾക്ക് 6 രൂപ 70 പൈസയ്ക്ക് വിൽക്കും. ഇത് സാധാരണ കടകളിലെത്തുമ്പോൾ 7 രൂപ 50 പൈസയാവും. വരും ദിവസങ്ങളിൽ ഇനിയും വില കൂടുമെന്നാണ് പറയുന്നത്. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ സാധാരണ വില കുറയുകയാണ് പതിവെങ്കിലും ഇത്തവണ ദിവസവും വില കൂടുന്ന അവസ്ഥയാണ്. ഡിസംബർ ആവുന്നതോടെ കേക്ക് നിർമ്മാണം സജീവമാകുന്നതോടെ വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം. അത്യാഹിതത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പണവും രേഖകളും ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുത്. തുടർ ചികിത്സ വേണമെങ്കിൽ ആശുപത്രി മാറ്റണം. ഇതിനുള്ള ഉത്തരവാദിത്വം ഏൽക്കണം. ഡിസ്ചാർജ് സമയം പരിശോധനാ ഫലങ്ങൾ കൈമാറണം. ചികിത്സാ നിരക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണം. ആശുപത്രികളിൽ പരാതി പരിഹാര ഡെസ്ക് വേണം. ലഭിക്കുന്ന പരാതികൾ 7 ദിവസത്തിനകം പരിഹരിക്കണം. പരിഹരിക്കപ്പെടാത്ത പരാതികൾ DAOയ്ക്ക് കൈമാറണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. മണ്ണുത്തിയിൽ കാർഷിക സർവകലാശാല യൂണിയൻ സംഘടിപ്പിച്ച ഇന്റർ കോളേജിയറ്റ് ആർട്ട് ഫെസ്റ്റിൽ തർക്കം. മൈമിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ തർക്കത്തെ തുടർന്ന് തൃശൂർ കോർപ്പറേഷൻ ബാങ്കിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വേദിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അതേസമയം ബുധനാഴ്ച പുലർച്ചെ നടന്ന നാടക മത്സരത്തിന്റെ വിധി പ്രഖ്യാപനത്തെ ചൊല്ലി തർക്കം നടന്നു. മലപ്പുറം തവന്നൂർ കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ വിധികർത്താക്കളെ തടഞ്ഞുവെച്ചു. പോലീസ് എത്തിയാണ് വിധികർത്താക്കളെ മോചിപ്പിച്ചത്. കാസർഗോഡ് കാർഷിക കോളേജിനാണ് നാടക മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത്. വണ്ടി
വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീടിന് സമീപം പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷാരോണിന്റെ സഹോദരിയുടെ കുട്ടിയെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ ഷാരോണിന്റെ അമ്മ പോയി തിരിച്ചു വന്നപ്പോഴാണ് അർച്ചനയെ മരിച്ച നിലയിൽ കണ്ടത്. വ്യാഴാഴ്ച രാവിലെ ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധന നടത്തിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 6 മാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിൽ വിവാഹം നടന്നത്. പ്രണയ വിവാഹമായിരുന്നു. ചേർപ്പ് ഊരകത്ത് സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരിയായ പൂച്ചിനിപ്പാടം സ്വദേശി തളിക്കുളം ജെറിയുടെ ഭാര്യ 32 വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത്. പൊറത്തുശ്ശേരി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഊരകം സൌത്ത് ബസ് സ്റ്റോപ്പിലാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന റീബോൺ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മറ്റൊരു ബസ്സിനെ മറികടന്നു വരുന്നതിനിടെ എതിരെ വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ ഭാഗികമായി തകർന്നു. ബസ്സിനടിയിൽ വീണ സ്നേഹയുടെ തലയിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അമിത വേഗതയിൽ ഗതാഗത നിയമങ്ങളെല്ലാം തെറ്റിച്ച് ചീറിപ്പാഞ്ഞ് സർവീസ് നടത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിട്ടും അധികാരികൾ നിസ്സംഗത തുടരുകയാണ്. ദേശീയപാത ചുവന്ന മണ്ണ് നിയന്ത്രണം വിട്ട ബുള്ളറ്റ് ഡിവൈഡറിൽ ഇടിച്ചു കയറി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. എറണാകുളം മരട് സ്വദേശിനി പള്ളിപ്പറമ്പിൽ വീട്ടിൽ 20 വയസ്സുള്ള സ്മിത മരിയാണ് മരിച്ചത്. കഴിഞ്ഞ 14-നാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ് ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പീച്ചി കണ്ണാറയിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കയറ്റം കയറി വരികയായിരുന്ന കണ്ണാറ സ്വദേശി സന്തോഷിന്റെ ഓട്ടോറിക്ഷയിൽ വിലങ്ങന്നൂർ ഭാഗത്തുനിന്ന് വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു. ചിറ്റണ്ട സ്കൂളിന് സമീപമുള്ള ഇരുചക്ര വാഹന വർക്ക്ഷോപ്പിൽ നിർമ്മാണ ജോലികൾക്കിടെ തീപിടിച്ച് തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ദേശമംഗലം സ്വദേശിയായ ഹാരിസിനാണ് പൊള്ളലേറ്റത്. ഗുരുതരാവസ്ഥയിലായ ഹാരിസിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വടക്കാഞ്ചേരിയിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. പുന്നമ്പറമ്പ് വടക്കൂടൽ മകൻ പരേതനായ വറീദ് മകൻ 68 വയസ്സുള്ള ദേവസി എന്ന കൊച്ചു ദേവസിയാണ് മരിച്ചത്. വീടിന്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം കാക്കശ്ശേരി സൂക്കിൽ പ്രവർത്തിക്കുന്ന എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് വൻതോതിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. കാലാവധി കഴിഞ്ഞതും ഫംഗസുകൾ വന്നതുമായ ബ്രെഡ്, ഫ്രോസൺ മീറ്റ്, ഐസ്ക്രീം, പബ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മാംഗോ പൾപ്പ്, ചീസ്, യോഗട്ട് എന്നിവയാണ് പിടികൂടി നശിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കട ഉടമയ്ക്ക് നോട്ടീസ് നൽകി. ക്ലീൻ സിറ്റി മാനേജർ AV അജിത്, M സുനിൽ, KS പ്രവീൺ, സജിനി V സാമുവൽ, ജൂലി ജെൻസൺ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ചീസ് 2026 എക്സ്പയർ ആവുന്നത്. പക്ഷെ അതിന് മുമ്പേ ഫംഗസ് ഇത് 2023 എക്സ്പയർ ആയതാണ്. അൽഫോൺസ മാംഗോ പൾപ്പ് ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്.
ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയതോടെ വംശഹത്യയ്ക്ക് തുല്യമായ കടന്നാക്രമണമാണ് തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. ലേബർ കോഡുകൾ നടപ്പിലാക്കിയതിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 29 തൊഴിൽ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്തത് ചർച്ചയില്ലാതെയാണ് 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയതെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അക്ഷിത രാജ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം KN സനിൽ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡ് തീർത്തും തൊഴിലാളി വിരുദ്ധമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. തൊഴിലാളികൾക്ക് സംഘടനാ സ്വാതന്ത്ര്യ നിഷേധവും തൊഴിലിടങ്ങളിൽ അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നതാണ് പുതിയ സംവിധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ലേബർ കോഡിനെതിരെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ട്രേഡ് ഫ്രണ്ട് തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CI നൌഷാദ് അധ്യക്ഷത വഹിച്ചു. B ശശീന്ദ്രൻ, CH ദാനചന്ദ്രൻ, KB രതീഷ്, മേരി ജോളി, VA ഷംസുദ്ദീൻ, KN നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തം. സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ നേതാക്കളായ P സുധാകരൻ, A വിജയരാഘവൻ, PK ഷാജൻ, KG ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ലേബർ കോഡ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് പ്രതിഷേധക്കാർ കത്തിച്ചു. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ 2 പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കരുവാറ്റ സ്വദേശികളായ ആദിത്യൻ, ഗുരുദാസ് എന്നിവരെയാണ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. തൃശൂർ ACP സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വെളപ്പായിലുള്ള സുനിലിന്റെ വീടിന് സമീപം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പ്രതികളെ സുനിലും ഡ്രൈവറും തിരിച്ചറിഞ്ഞു. തന്നെ ആക്രമിച്ചതിന് പിന്നിൽ പ്രവാസി വ്യവസായിയായ റാഫേലാണെന്ന് സുനിൽ ആരോപിച്ചു. കൊടുങ്ങല്ലൂരിൽ വീട്ടമ്മയുടെ മരണം പേവിഷബാധയേറ്റാണെന്ന് സ്ഥിരീകരിച്ചു. മേത്തല അഞ്ചപ്പാലത്തിന് സമീപം കോഡർ ലൈനിൽ പ്ലാവിടപ്പറമ്പിൽ സത്യന്റെ ഭാര്യ 62 വയസ്സുള്ള ഷീജയാണ് മരിച്ചത്. പേവിഷബാധ ലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷീജ ചികിത്സയിലിരിക്കെ ഞായറാഴ്ചയാണ് മരിച്ചത്. രക്തപരിശോധനയിലാണ് ഇവർക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഗുരുവായൂരിൽ തെരുവ് നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവെപ്പ് ആരംഭിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ 100-ലധികം തെരുവ് നായ്ക്കളെ പിടികൂടി കുത്തിവെപ്പിന് വിധേയമാക്കി. പൂക്കോട് വെറ്റിനറി ഡിസ്പെൻസറി സർജൻ ഡോക്ടർ CR പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ VJ മെർലി, ലിജോ പോൾ, അറ്റൻഡർ ശ്യാം പ്രസാദ്, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എന്നിവരാണ് കുത്തിവയ്പ് സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം കോട്ടപ്പടി ചേമ്പാലക്കുളം ക്ഷേത്ര പരിസരത്ത് പേയിളകിയ നായ മറ്റ് 6 നായ്ക്കളെ കടിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. കോട്ടപ്പടി പുളിക്കപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ചത്ത നായ്ക്കും പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇതോടെ മേഖലയിൽ പേയിളകി ചത്ത നായ്ക്കളുടെ എണ്ണം 2ആയി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചത്. പൂക്കോട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള പ്രദേശങ്ങളിലെ തെരുവ് നായ്ക്കൾക്കാണ് ഇന്ന് കുത്തിവയ്പ് നൽകിയത്. ഗുരുവായൂർ തൈക്കാട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള തെരുവ് നായ്ക്കൾക്ക് പിന്നീട് കുത്തിവയ്പ് നൽകും. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്ന തിരക്ക് കണക്കിലെടുത്താണ് ഈ മേഖലയിലെ നായ്ക്കളുടെ കുത്തിവയ്പ് മാറ്റിവെച്ചത്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 600ഓളം തെരുവ് നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക്.
പൂക്കോട് മേഖലയിൽ അടുത്തിടെ തെരുവുനായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ ലഭ്യതയാണ് ഈ മേഖലയിൽ തെരുവുനായ്ക്കളുടെ എണ്ണം പെരുകാൻ ഇടയാകുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ. കാനഡയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വെങ്കിടങ്ങ് കരുവന്തല സ്വദേശിനി മമ്മസ്രായിലത്ത് വീട്ടിൽ നിസാബ്ദുൽ സലീമാണ് അറസ്റ്റിലായത്. ചാലക്കുടി തിരുത്തിപ്പറമ്പ് സ്വദേശി പുതിയ പറമ്പിൽ സ്റ്റേവിൻ പൌലോസാണ് തട്ടിപ്പിനിരയായത്. എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി വർണ്ണാഭമായി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ എത്തി. വിവിധ ദേശങ്ങളിൽ നിന്നായി 12 സെറ്റ് കാവടികളാണ് ക്ഷേത്രത്തിൽ അണിനിരന്നത്. ഉച്ചയ്ക്ക് ശേഷം പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് നടന്നു. വർണ്ണങ്ങളിൽ ആറാടി കൊടകര ഷഷ്ഠി ആഘോഷം. വാദ്യമേളങ്ങൾക്കൊത്ത് നൃത്തം ചവിട്ടിയെത്തിയ കാവടി സംഘങ്ങൾ ആഘോഷം അവിസ്മരണീയമാക്കി. 21 സെറ്റുകളിൽ നിന്നുള്ള കാവടി ഘോഷയാത്രകൾ ഒന്നിനു പിറകെ ഒന്നായി പൂനിലാർക്കാവ് മൈതാനിയിലേക്ക് കടന്നു വന്നപ്പോൾ ക്ഷേത്ര പരിസരത്ത് തിങ്ങിക്കൂടിയ ജനക്കൂട്ടം ആരവത്തോടെ വരവേറ്റു. പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പാൽ, പനിനീര്, കളഭം, പഞ്ചാമൃതം തുടങ്ങിയ അഭിഷേക ദ്രവ്യങ്ങളുമായി ഊരാളനും ദേവസ്വം അധികൃതരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും കുന്നിൻമുകളിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടതോടെയാണ് ഷഷ്ഠി ആഘോഷത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. കുന്നത്തിർക്കോവിൽ ക്ഷേത്രത്തിൽ പൂനിലാർക്കാവ് ദേവസ്വം വകയെ ആദ്യ അഭിഷേകം നടന്നു. തുടർന്ന് ഭക്തജനങ്ങളുടെ വക അഭിഷേകങ്ങളുമുണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി സെമന്ത് ഭട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 21 കാവടി സമാജങ്ങളാണ് ഇത്തവണ ആഘോഷത്തിൽ പങ്കെടുത്തത്. വിശ്വബ്രാഹ്മണ സമാജം വക കാവടി സെറ്റാണ് ആദ്യം ക്ഷേത്ര മൈതാനത്ത് പ്രവേശിച്ചത്. ആതിഥേയരായ കാവിൽ കരയോഗം സെറ്റ് ആചാരപ്രകാരം ഇവരെ എതിരേറ്റ് ക്ഷേത്രനടയിലേക്ക് ആനയിച്ചു. തുടർന്ന് വിവിധ കാവടി സമാജങ്ങളുടെ ഘോഷയാത്രകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഊഴമനുസരിച്ച് പൂനിലാർക്കാവ് മൈതാനത്തേക്ക് പ്രവേശിച്ചു. പിന്നീട് പൂനിലാർക്കാവിൽ നിന്ന് ചെട്ടിവാദ്യത്തിന്റെ അകമ്പടിയോടെ കുന്നത്തിർക്കോവിൽ ക്ഷേത്രത്തിലേക്ക് ഭസ്മക്കാവടി എഴുന്നള്ളിപ്പും നടന്നു. ഷഷ്ഠി ആഘോഷങ്ങളുടെ സമാധാനപരമായ നടത്തിപ്പിനായി സുശക്തമായ പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിരുന്നു. TCV ന്യൂസ്, കൊടകര. മാട്ടുമലയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് ഷാരോൺ കസ്റ്റഡിയിൽ. ഷാരോണിനെ പോലീസ് ചോദ്യം ചെയ്ത് വരുന്നു. മരിച്ച അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. 6 മാസം മുമ്പ് വിവാഹിതയായ അർച്ചന ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം ശാരീരിക പീഡനം ഉൾപ്പെടെ നേരിട്ടിരുന്നതായി പരാതിയിൽ പറയുന്നു. ഷാരോണിന്റെയും അമ്മയുടെയും പേരിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഷാരോൺ തമിഴ്നാട്ടിൽ കഞ്ചാവ് കേസ് പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്.
കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന നിലവിലെ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കാൻ ഇറങ്ങുകയാണ്. 19ാം ഡിവിഷൻ കാളത്തോട് നിന്നാണ് ഇത്തവണയും ജനവിധി തേടുന്നത്. മത്സരരംഗത്ത് തോൽവി എന്തെന്നറിയാതെ ഇത് 7ാം തവണയാണ് മിസ് ML റോസി എന്ന പൊതുപ്രവർത്തക കോർപ്പറേഷനിലേക്ക് വീണ്ടും മത്സരിക്കുന്നത്. ആദ്യ 5 വർഷം ചേലക്കൂട്ടുകരയിൽ നിന്നും 3 തവണ പറവട്ടാനിയിൽ നിന്നും മത്സരിച്ചു. കാളത്തോട് നിന്ന് ഇത് 3ാം തവണയാണ് മത്സരിക്കുന്നത്. 30 വർഷത്തെ മത്സരരംഗത്ത് തോൽവി എന്തെന്നറിയാത്ത ML റോസി ഇത്തവണയും പരിപൂർണ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ദിവസവും രാവിലെയും വൈകിട്ടും എല്ലാ വീടുകളിലും കയറിയിറങ്ങി അവരുടെ ക്ഷേമമന്വേഷിക്കുന്ന ML റോസി പൊതുപ്രവർത്തകർക്കെല്ലാം തന്നെ മാതൃകയാണ്. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങി നൽകുന്നുണ്ടെന്നും ML റോസി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം. ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം എന്നും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും അവർ പോയി കാണും. അതുകൊണ്ട് ഈ ഇലക്ഷൻ വരുമ്പോൾ എനിക്കൊരു പകപ്പില്ല. നിറഞ്ഞ സന്തോഷത്തോടെയാണ് ജനങ്ങൾ എന്നെ അഭിമുഖീകരിക്കാറ്. വളരെ നിറഞ്ഞ മനസ്സോടുകൂടി അവർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇടതടവില്ലാതെ കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും. ആദ്യം മത്സരിക്കുമ്പോൾ ജനതാദളിലായിരുന്നു. പിന്നീട് ജനതാദൾ വിഭജിച്ചപ്പോൾ ജനതാദൾ എസ്സിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. UDFന്റെ ഭാഗമായി പ്രവർത്തിച്ച ML റോസി സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് 2015 മുതൽ 25 വരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDFന്റെ ഭാഗമായി പ്രവർത്തിച്ചു. ഇത്തവണയും LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അംഗത്തിനിറങ്ങുന്നത്. 1995 മുതൽ 2000 വരെ മുനിസിപ്പാലിറ്റിയും 2000 മുതൽ കോർപ്പറേഷനായപ്പോൾ കോർപ്പറേഷനിലും അംഗമായിരുന്നു. കാളത്തോട് ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലറായ ML റോസി നിലവിലെ ഡെപ്യൂട്ടി മേയർ കൂടിയാണ്. TCV തൃശൂർ. തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എൽവിയ ദേവസി. ചേർപ്പ് പഞ്ചായത്തിലെ 3ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായാണ് എൽവിയ മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സരഗോതയിലേക്ക് ഒരു പുലിക്കുട്ടി കൂടി കടന്നു വരികയാണ്. ചേർപ്പ് 3ാം വാർഡ് UDFലെ ജൻസി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിന് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. പ്രചരണമൊക്കെ എവിടം വരെയായി? പ്രചരണം നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇനിയും റൗണ്ടുകളുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയായിരുന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ വെക്കേഷനിൽ നോട്ട്ബുക്കൊക്കെ വിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഇപ്പോഴും അത് കണ്ടിന്യൂ ആണ്. അപ്പോൾ കായികപരമായിട്ടും പഠനപരമായിട്ടും എനിക്ക് ചിലവിന് ഇത്തിരി പ്രശ്നമായപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു നോട്ട്ബുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പല വീടുകളും കയറി ഇറങ്ങിയപ്പോൾ തോന്നിയൊരു കാര്യമാണ്, എൻ്റെ പോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് അന്ന് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് കിട്ടിയ ഒരു അവസരമാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാമെന്നുള്ളൊരു മനോഭാവത്തോടുകൂടി ഇറങ്ങിയിരിക്കണം. അപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒരു സപ്പോർട്ട് എങ്ങനെയാണ് രാഷ്ട്രീയത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ? വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്, നാട്ടുകാർ അതിന് നല്ല സപ്പോർട്ടാണ്. എന്താണ് അവരൊക്കെ പറയുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഓരോ വീടുകളിലായിട്ട് പോയിട്ട് ഇപ്പോൾ പ്രചരണമൊക്കെ സജീവമായി തുടങ്ങിയല്ലോ. അപ്പോൾ എന്താണ് അവരുടെയൊക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ നല്ല പോസിറ്റീവുള്ള അഭിപ്രായമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചേർപ്പ് 3ാം വാർഡിൽ താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? എൻ്റെ നാടിന് ഇന്ന വികസനം കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ്? മുൻ പഞ്ചായത്ത് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് തീർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ എന്താണ് ഇനി ആവശ്യമുള്ള അതിൻ്റെ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പഠന മേഖലയും രാഷ്ട്രീയ മേഖലയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ, രണ്ടും മാത്രമല്ല, ഞാൻ സ്പോർട്സിലും കൂടി ഉണ്ട്. അപ്പോൾ ഈ 3ഉം ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. സ്കൂളിൽ നിന്നുള്ള അല്ല കോളേജിൽ നിന്നുള്ള സപ്പോർട്ടും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ. ഇപ്പോൾ കോളേജിൽ നിന്നായാലും ഇതിന് നല്ല സപ്പോർട്ടാണ്. സ്പോർട്സിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അപ്പോൾ ആ ഒരു സംഭവങ്ങൾ? സ്പോർട്സിൽ ഇപ്പോൾ കോളേജിൽ വളരെ ആക്റ്റീവാണ്. സോഫ്റ്റ് ബേസ്ബോൾ എന്ന് പറഞ്ഞൊരു ഗെയിമിന് ഞാൻ ഇന്ത്യക്ക് പോയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതേ ഊർജ്ജത്തോടു കൂടി രാഷ്ട്രീയ രംഗത്തും സജീവമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാം. അത് അതേ ഊർജ്ജം തന്നെ ഉണ്ടാവും. അപ്പോൾ ജയിക്കും 100% ഉറപ്പോടു കൂടിയാണ്? 100% ഉറപ്പാണ്. നാട്ടുകാരുടെ ഫുൾ നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടല്ലോ. ആ ഒരു കോൺഫിഡൻസ് പോരെ ഇതിനിപ്പോൾ നിൽക്കാൻ. നാടിന്റെ നന്മയ്ക്കായി നേരിന്റെ ഒരു യുവത്വം കൂടി കടന്നു വന്നിരിക്കുകയാണ്. എൽവിയ ദേവസിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. കാട്ടൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ദമ്പതികൾ മത്സരരംഗത്ത്.
BJP സ്ഥാനാർത്ഥികളായി മുനയം സ്വദേശികളായ KK ഷെറിനും ഭാര്യയായ രശ്മി ഷെറിനുമാണ് മത്സര രംഗത്തുള്ളത്. അടുത്തടുത്ത വാർഡുകളിലായാണ് ഇരുവരും മത്സരിക്കുന്നത്. വാർഡ് 15-ൽ ഷെറിനും വാർഡ് 12-ൽ രശ്മിയുമാണ് NDA സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നത്. ഷെറിൻ രണ്ടാം തവണയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെങ്കിൽ രശ്മിയുടേത് ആദ്യ തെരഞ്ഞെടുപ്പാണ്. BJP കാട്ടൂർ മണ്ഡലം പ്രസിഡന്റാണ് ഷെറിൻ. രശ്മി യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന CPM നേതൃത്വത്തിനെതിരെയുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുകയെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. UDF ഗുരുവായൂർ നഗരസഭ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, UDF നേതാക്കളായ CH റഷീദ്, CV കുര്യാക്കോസ്, PRN നമ്പീശൻ, RV അബ്ദുൾ റഹീം, അഡ്വക്കേറ്റ് TS അജിത്ത്, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ മതനിരപേക്ഷത ഉൾപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ സെക്യുലർ മാനിഫെസ്റ്റോയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ധർമ്മരാജ് അഡാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്യുലർ ഫോറം ചെയർമാൻ ED ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ T സത്യനാരായണൻ, അഡ്വക്കേറ്റ് സോജൻ ജോബ്, PV സൈമി, T ചന്ദ്രബാബു, TN ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഷഷ്ഠി വിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. മാണിക്കത്ത് ചന്ദ്രശേഖര മേനോന്റെ വകയായാണ് ഷഷ്ഠി വിളക്ക് ആഘോഷിച്ചത്. പുരാതന കാലം മുതലേയുള്ള വിളക്കാണിത്. മാണിക്കത്ത് തറവാടിന് ക്ഷേത്രത്തിനുടമയായിരുന്ന സാമൂതിരി രാജവംശവുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാത്രി ഇടയ്ക്ക നാഗസ്വര മേളത്തിന്റെ അകമ്പടിയിൽ വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. ഏകാദശിയുടെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീതോത്സവ വേദിയിലെ സ്പെഷ്യൽ കച്ചേരികൾ സമാപിച്ചു. വിളക്കാഘോഷത്തിന്റെ 27ാം ദിവസമായ വ്യാഴാഴ്ച നന്മിനി മനവക സപ്തമി വിളക്കാണ്. നന്മിനി മനയിലെ NC രാമൻ ഭട്ടതിരിപ്പാടിന്റെ പേരിലാണ് വിളക്ക് ആഘോഷിക്കുന്നത്. സ്വന്തം പറമ്പിലെ നാളികേരം മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ വെളിച്ചെണ്ണയിലാണ് ക്ഷേത്രത്തിനകത്തെ മുഴുവൻ വിളക്കുകളും തെളിയുന്നത്. അഷ്ടമി വിളക്ക് ദിനമായ വെള്ളിയാഴ്ച മുതൽ സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളത്ത്. ഏകാദശി വരെയുള്ള 4 ദിവസവും സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുക. തൃശൂർ അതിരൂപതയും പൌരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോൺ നത്താലിയുടെ ഭാഗമായുള്ള എക്സിബിഷൻ സ്റ്റാളിന്റെ കാൽനാട്ട് കർമ്മം ശക്തൻ നഗർ ഗ്രൌണ്ടിൽ മേയർ MK വർഗീസും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ചീഫ് കോർഡിനേറ്റർ ജോജു മന്നില, ഷിൻഡോ മാത്യു, ജോർജ് ചിറമൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 27-നാണ് ബോൺ നത്താലെ. നമുക്ക് നമ്മുടെ മേയറുടെ നേതൃത്വത്തിൽ പ്രമുഖ പ്രൊഫഷണൽ അക്കൌണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായ സറൗണ്ട് ടാലി IT അക്കാദമി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. കായിക മത്സരങ്ങളിലൂടെ പുതുതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സറൗണ്ട് ടാലി IT അക്കാദമി തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ എഗെയിൻസ്റ്റ് ടു ഡ്രഗ്സ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാപനത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശൂർ കുരിയച്ചിറിലെ സ്പോർട്സ് സെന്റർ ടർഫ് ഗ്രൗണ്ടിൽ സിക്സസ് ഫുട്ബോളും ബാഡ്മിന്റൺ ടൂർണമെന്റും സംഘടിപ്പിച്ചത്. എക്സൈസ് സബ് ഇൻസ്പെക്ടർ അനൂപ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അക്കാദമിയുടെ തൃശൂർ, ഇരിങ്ങാലക്കുട, കുന്നംകുളം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അണിനിരന്ന 6 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി നടന്ന ഫൈനലിൽ തൃശൂർ കൗരയുഗത്തെ പരാജയപ്പെടുത്തി കുന്നംകുളം ജിംകലാല ജേതാക്കളായി. വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും അക്കാദമി മാനേജർ S കുമാർ വിതരണം ചെയ്തു. ഒരു പതിറ്റാണ്ടിലേറെക്കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സറൗണ്ട് ടാലി IT അക്കാദമി അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി എന്ന ലക്ഷ്യത്തിലൂന്നി 100% തൊഴിൽ അധിഷ്ഠിത പ്രായോഗിക പരിശീലനം നൽകുന്ന അംഗീകൃത സ്ഥാപനമാണ്. ഏറെ ജോലി സാധ്യതയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ
PBI ക്യാമ്പ്, PDI ക്യാമ്പ്, DI ക്യാമ്പ്, SAP, GST, ടാലി തുടങ്ങിയ കോഴ്സുകളാണ് അക്കാഡമിയിലുള്ളത്. തൃശൂർ MG റോഡിൽ കോട്ടപ്പുറത്തെ പ്രധാന സെന്ററിന് പുറമെ ഇരിങ്ങാലക്കുടയിലും കുന്നംകുളത്തും അക്കാഡമിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റലിയിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് 5,80,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. വലപ്പാട് സ്വദേശി അറക്കവീട്ടിൽ ഷഫീറിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ എറിയാട് പേബസ സ്വദേശി കിഴക്കേവളപ്പിൽ വീട്ടിൽ വിഷ്ണുദാസിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിലാണ് നടപടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ SHO BK അരുൺ, SI മനു P ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മലക്കപ്പാറ പോത്തുപാറ ഉന്നതിയിൽ നിന്നും കാണാതായ മധ്യവയസ്കന് വേണ്ടി നടന്ന തെരച്ചിൽ വിഫലം. ഉന്നതിയിലെ 58 വയസ്സുള്ള നന്ദനനെയാണ് ഒരാഴ്ച മുമ്പ് കാണാതായത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതാണെന്ന നിഗമനത്തിലായിരുന്നു ബന്ധുക്കൾ. പിന്നീട് മലക്കപ്പാറ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും വനംവകുപ്പും നാട്ടുകാരും ചേർന്നാണ് വനത്തിൽ അന്വേഷണം നടത്തിയത്. അടുത്ത ദിവസങ്ങളിലും തെരച്ചിൽ നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം കാളമുറിയിൽ കാറിന്റെ ബോണറ്റിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. കാളമുറി പടിഞ്ഞാറ് അകമ്പാടം കുഴിക്കണ്ടത്തിൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് പാമ്പ് കയറിയത്. ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗം അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ വനപാലകർക്ക് കൈമാറി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഗ്രാമിന് 11,725 രൂപ, പവന് 93,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ജില്ലയിൽ പച്ചക്കറി വില കൂടുന്നു. മുരിങ്ങക്കായുടെ വില 400-ലെത്തി. തക്കാളി വില 100 രൂപയോടടുക്കുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശം നൽകി ഹൈക്കോടതി. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കണമെന്ന് കോടതി. പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കരുതെന്നും ഹൈക്കോടതി. മണ്ണുത്തിയിൽ കാർഷിക സർവകലാശാലയിൽ നടന്ന ഇന്റർ കോളേജിയറ്റ് ആർട്ട് ഫെസ്റ്റിൽ തർക്കം. നാടക മത്സരത്തിന്റെ വിധികർത്താക്കളെ തടഞ്ഞുവെച്ചത് സംഘർഷത്തിനിടയാക്കി. വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീടിന് സമീപം പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമല സ്വദേശിനി അർച്ചനയാണ് മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ ഒരു ജീവൻ കൂടി നിരത്തിൽ പൊലിഞ്ഞു. ചേർപ്പൂരകത്ത് സ്വകാര്യ ബസ്സിലിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. പൂച്ചിനിപ്പാട സ്വദേശിനി സ്നേഹയാണ് മരിച്ചത്. പീച്ചി കണ്ണാറയിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തം. തൃശൂരിൽ പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിൽ ട്രേഡ് യൂണിയൻ ധർണ നടത്തി. 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയതോടെ വംശഹത്യയ്ക്ക് തുല്യമായ കടന്നാക്രമണമാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.